എന്ത് ചെയ്യും? വളരെ സൂക്ഷിച്ച് അല്ലേ, കുലുങ്ങാതെ പൊട്ടാതെ വേണം കൊണ്ടുപോയാൽ മാത്രമേ അത് വിരിഞ്ഞ് കോഴിയാവുകയുള്ളൂ, വീണ്ടും നമുക്ക് മുട്ട തരുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നിങ്ങൾ ആ രീതിയിൽ വിരിയിച്ചിറക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വഴക്ക് പറയാതെ, റോഡിൽ അത് പിന്നെ ആക്സിഡൻറ്റ് ഉണ്ടാക്കാതെ, പ്രോബ്ലംസ് ഇല്ലാതെ കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഇതിൽ എത്ര ക്ലാസ് ആയവരുണ്ട്? ഇതിലൊക്കെ എത്ര ക്ലാസ്? മാമിന് എത്ര ക്ലാസ് ആയി? ഫസ്റ്റ് ഒരു ക്ലാസ് ഓടിച്ചു തുടങ്ങിയിട്ടില്ല. ഇല്ല, ക്ലാസ് കഴിഞ്ഞു, ലൈസൻസ് എടുത്തു. 1-ാം തീയതി. ഏത് 1-ാം തീയതിയാണ്? ശരി, ഫസ്റ്റ് 1-ാം ക്ലാസ്. നോക്കാം എങ്ങനെ, എവിടെ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പേരുക്കുളം. ഇവിടെയാ? ഇവിടെ മഞ്ചൂർ തന്നെ. അത് കുളത്തൂരാണല്ലേ. അപ്പോൾ കുളത്തൂരിൽ നിന്ന് വേറെ ആരൊക്കെ ഉണ്ട്? ഇയാൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് അനിയന്മാരൊക്കെ ഇവിടെ തന്നെ അല്ലേ? സാറിന് അറിയാം, ഞാൻ ഇവിടെ തന്നെയാണ്, പേരുക്കുളം ബ്രാഞ്ചിലല്ലേ. ക്ലാസ്, നമ്മളെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? സ്കൂൾ ക്ലാസ് തുടങ്ങിയില്ല. അപ്പോൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഈ വാഹനം എങ്ങനെ ഡ്രൈവ് ചെയ്യണം, ഈ വാഹനം എങ്ങനെ നിൽക്കുന്നു, എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്രൈവറാകാൻ പറ്റുള്ളൂ മേഡം. അപ്പോൾ മാം, അപ്പോൾ നേരത്തെ പഠിച്ച സമയത്ത് ഇപ്പം നാം പഠിച്ചെന്ന് വ്യത്യാസമല്ലോ തോന്നുന്നുണ്ട്? ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിൽ 2 വീലർ പഠിക്കാൻ പോയി, സർവീസിലുള്ള റിട്ടയർഡ് ടീച്ചറാണ്. അപ്പം ഞാൻ റിട്ടയർ ചെയ്ത് 2015. അപ്പം ഞാൻ 2008-ലൊക്കെ ഞാൻ പോയി ലൈസൻസ് എടുത്തു, ഓർമ്മയില്ല. 8-ലല്ല, അപ്പോൾ ഞാൻ പഠിച്ചത് 8-9-ലൊക്കെ പഠിച്ചു. 2 വീലർ പഠിച്ചു, സൈക്ലിംഗ് ഇല്ലായിരുന്നു. അപ്പം 2 വീലർ ഒരു ആക്റ്റീവ വാങ്ങിച്ചു. അതിന്റെ കൂടെ തന്നെ 2 വീലർ പഠിക്കാൻ പോയപ്പോൾ 4 വീലറും കൂടെ ഇഷ്ടമാണ്. ഈ ഡ്രൈവിംഗ് എന്നുള്ളത് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് പേടി എന്ന് പറയുന്ന സംഭവം നമുക്കില്ലാത്തതുകൊണ്ട് അപ്പം ഈ 2 വീലർ എടുത്തു, അതിന്റെ കൂടെ 4 വീലറും പഠിച്ച്. 2 വീലർ എടുത്തപ്പം എന്റെ മകൻ എന്റെ ഏറ്റവും വലിയ മോട്ടിവേറ്ററും അങ്ങനെയൊക്കെ ഒരു അവനും അങ്ങനെയാണ്. എബവ് 40 ആയി. അവൻ പറഞ്ഞു സൈക്കിൾ ബാലൻസ് ആയിട്ടേ ഇറക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏജ് 46 ഒക്കെ ആയിട്ടുണ്ടാവും. അന്ന് എന്നോട് ഞാൻ സൈക്കിൾ ബാലൻസ് ആക്കി. സൈക്കിൾ ബാലൻസ് റോഡിലൂടെ, ഞങ്ങളൊരു ഗ്രാമപ്രദേശം, സൈക്കിൾ എടുത്തപ്പം കഷ്ടപ്പെട്ട് സൈക്കിൾ പഠിക്കും. അപ്പം അത് ഇവിടെ ഇങ്ങോട്ട് വന്നിരുന്നു, റൗണ്ട് അടിക്കുന്നല്ല, മഴ നനയല്ലേ കാണാൻ റൗണ്ട് അടിക്കണ്ടേ? എനിക്ക് റൈറ്റിലേക്കേ കിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു പോരാ, ലെഫ്റ്റിലേക്ക് പോകണം. ഇതൊക്കെ എല്ലാം ചെയ്തിട്ടാണ് ഈ ആക്റ്റീവ് ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 വീലർ പഠിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഈ മാരുതി 800 വാങ്ങി. അതിൽ പിന്നെ എല്ലാ ഊടുവഴികളും ഞങ്ങൾക്ക് അവിടെയൊക്കെ ഈ കുണ്ടും കുഴിയും. എവിടെയാണ് നാട്? എവിടെയാണ്? ഞാൻ സുൽത്താൻ ബത്തേരി അടുത്ത് പൂതാടി ഒരു ഗ്രാമം. സുൽത്താൻ ബത്തേരി, വയനാട്. ഇവിടെ മകളിവിടെ സെറ്റുണ്ട്. മകളിപ്പോ ഇവിടെ പഠിച്ചത്. ഇപ്പൊ അവള് നേരത്തെ ലൈസൻസ് ഒക്കെ എടുത്ത് പഠിച്ചതാണ്. അവള് പ്രാക്ടീസിന് വേണ്ടി മറ്റേ സാറിന്റെ സ്കൂളിൽ അവിടെ പേരുക്കുളയില്ല, അജയൻ സാർ. അങ്ങനെ ഞാൻ 4 വീലർ പഠിച്ചത് ശരിയായപ്പോ 2 വീലർ മേടിച്ചു. 4 വീലർ തന്നെ. 4 വീലർ പിന്നെ 800 എല്ലാ. അപ്പം ഈ നമുക്ക് ഈ ടൗണിലൂടെയൊക്കെ ക്രോസ് ചെയ്ത് പോകണ്ടേ. എന്റെ സ്കൂളിൽ നിന്ന് ഡയറ്റിൽ ഇങ്ങനെ ഓരോ കോൺഫറൻസിനൊക്കെ പോകാനായിട്ട് ടൗണിലൂടെ ആരോടും പറയാണ്ടൊക്കെ പോകും. അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും അറിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ അടുത്തോടെ പോയി. തോന്നിയ പോലെ പോകാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി നമുക്ക് ധൈര്യമാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് ധൈര്യം കുറയുന്നത് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഈ മോളുടെ ധൈര്യമായിരിക്കില്ല മേഡത്തിന്. ഇപ്പം എനിക്ക് നല്ല ധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പം പ്രായം കൂടുന്നതനുസരിച്ച് പ്രാരാബ്ദം, അതായത് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലെ ഭയവും നമുക്ക് കൂടി വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ളത് നമ്മളെ പിറകിലോട്ട് വലിക്കും. അത് നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്കൊന്നും വളരെ കൂളായിട്ട് പഠിക്കാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്രൈവറാൻ പറ്റുള്ളൂ. ഈ വണ്ടിയെ പറ്റി അറിയാതെയാണല്ലോ ഞാനൊക്കെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ എനിക്ക് അപകടങ്ങളും വന്നിട്ടുണ്ട്. വണ്ടി ന്യൂട്രലായിരുന്നപ്പം എടുത്ത് ഒരു കുഴക്കിണറിൽ ഇടിച്ച് നിന്ന്. അതെന്റെ ഒരു പുതിയ സ്വിഫ്റ്റ് വാങ്ങിയപ്പോ അപ്പം എല്ലാരും പറഞ്ഞു വണ്ടിയുടെ മെച്ചം കൊണ്ട് രക്ഷപ്പെട്ടതാണ് സ്വിഫ്റ്റ് ആയതുകൊണ്ട്. മുന്നേ പോയി ഇടിച്ച് ആ കുഴൽ കിണറില് ഇടിച്ച് നിന്നു വണ്ടി. അപ്പോഴെന്റെ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. വണ്ടി ഒരാള്, ഞാൻ സ്കൂളിൽ നിന്ന് ഒരു പഞ്ചായത്തിലൊരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. എന്തോ സ്കൂളിൽ ഫംഗ്ഷൻ നടക്കുക. അപ്പം എന്റെ വണ്ടി എന്റെ അറ്റൻഡർ അവൻ എടുത്ത് ഇങ്ങനെ വേഗം എനിക്ക് വരാൻ വേണ്ടി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച് സ്റ്റാർട്ടാണ്.
ഗിയർ ഇത് നമ്മൾ ക്ലച്ച് അല്ല ഹാൻഡ് ബ്രേക്ക് മാറ്റി വണ്ടി ഞാൻ എടുക്കുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇറക്കം വരുന്നത്. ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്ത് വണ്ടി മൂവ് ചെയ്തു. ഞാൻ മൂവ് ചെയ്തു, എനിക്ക് പിന്നെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് പിടിക്കാൻ സ്റ്റാർട്ട് അല്ലല്ലോ, സ്റ്റാർട്ട് ആണെങ്കിലേ സ്റ്റിയറിംഗ് വർക്ക് ആവുള്ളൂ. എന്തോ സംഭവിച്ചു. അപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ്സിന് വന്നത് തന്നെ എനിക്ക് വണ്ടിയെ പറ്റി ഒന്ന് അറിയണം. അറിയാം, അതാ പറഞ്ഞത്. ഈ വണ്ടി നമ്മൾ എന്റെ വിചാരം കേട്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുക അങ്ങനെ ആയിരിക്കും ഒന്ന് അപകടം പറ്റിയത്. ന്യൂട്രൽ ആയിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ ഇറക്കം റോഡിലേക്ക് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ എന്തോ എന്റെ ഭാഗ്യം കൊണ്ട് അവിടെ ഒന്നും മനുഷ്യരൊന്നും ഉണ്ടായില്ല. അന്നേരം ഇടിച്ചു നിർത്തി. ബ്രേക്ക് ചെയ്താലും നിൽക്കില്ല, ബ്രേക്ക് നിന്നില്ല, ഹാൻഡിൽ അല്ല സ്റ്റിയറിംഗ് വർക്ക് ആവില്ല. എന്താണ് കാരണം മനസ്സിലായി? നമ്മളെ പഴയ മേഡത്തിന്റെ കാർ 800 ആയിരുന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടായാലും ഇല്ലേലും സ്റ്റിയറിംഗ് വർക്കാവും, ബ്രേക്കും വർക്കാവും. അത് എഞ്ചിനായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ല. സ്റ്റിയറിങ്ങിനും കണക്ഷൻ ഇല്ല, ബ്രേക്കിനും കണക്ഷൻ ഇല്ല. അതിൽ ഇൻഡിവിജ്വലാണ്, നമ്മുടെ ശരീരം പോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ കാറൊക്കെ എന്താ സംഭവിക്കുന്നത്? എഞ്ചിൻ ഓണായാൽ മാത്രമേ സ്റ്റിയറിംഗ് വർക്കാവുള്ളൂ, ബ്രേക്ക് വർക്കാവുള്ളൂ, ക്ലച്ചും വർക്കാവുള്ളൂ. ഇപ്പോൾ ക്ലച്ച് അല്ലെങ്കിലും ചില വണ്ടിക്ക് വർക്കാവും, മനസ്സിലായി? ക്ലച്ച് പിന്നെ കോമണായി വർക്കാവും. പക്ഷേ സ്റ്റിയറിങ്ങും ബ്രേക്കും വർക്കാവണമെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടായാൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ മാമിൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ആ പുള്ളിക്കാരൻ ഹാൻഡ് ബ്രേക്ക് മാത്രമേ ഇട്ടിരുന്നുള്ളൂ, ഇറക്കമായിരുന്നു. ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഹാൻഡ് ബ്രേക്കിൻ്റെ ഉപയോഗം എന്താ? ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ആ ലിവറിൽ ലെഫ്റ്റ് സൈഡിൽ ആ ലിവറിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തോ അത് വർക്കാവുന്നു എന്നുള്ളതാണ് അല്ലേ? പറഞ്ഞു, ഒരു കുഴപ്പം തെറ്റാണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല പറഞ്ഞു. ബ്ലോക്ക് ആവും അല്ലേ? കറക്റ്റ്, അത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ലിഫ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ മാക്സിമം എത്രത്തോളം വലിക്കുന്നോ അത്രത്തോളം ബ്രേക്കിൻ്റെ സ്ട്രെങ്തും കിട്ടും. അത് വർക്കാവുന്ന 7 ടയറിലെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ടയറാണ് ഉള്ളത്? നമ്മൾ 4 ടയറുണ്ട് അല്ലേ? അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എത്ര ടയർ കറങ്ങും? 4 ടയർ മൂവ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇപ്പം ന്യൂട്രലാണെങ്കിൽ നമ്മളിപ്പം ഒരു ബോളാണ് വെച്ചിരിക്കുന്നത്, ഇറക്കത്ത് ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുക. ആ കല്ല് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബോൾ ഉരുണ്ടു തുടങ്ങും അല്ലേ? റോഡിൻ്റെ അല്ലെങ്കിൽ പ്രതലത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ആ ബോൾ ഉരുണ്ടു തുടങ്ങും. അപ്പം മാമിൻ്റെ സംഭവം ചെയ്തിരുന്നാൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിരുന്നു പുള്ളിക്കാരൻ. അപ്പം ബാക്കിലത്തെ 2 ചക്രങ്ങളാണ് സ്റ്റക്ക്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്ന ഏത് ടയറാണ്? ബാക്കിലത്തെ 2 ചക്രങ്ങൾ. പെഡൽ ബ്രേക്ക് ആണെങ്കിലോ ഫ്രണ്ട് അല്ല 4 ടയർ. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് 2 ടയർ, പെഡൽ ബ്രേക്ക് ഓൾ വീൽ എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ട്രെയിനിന് ഇപ്പോൾ എത്ര വീലാണ് ഉള്ളത്? ഒരു 200 വീലൊന്ന് കൂട്ടാം. 200 വീല് നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും 2 ചക്രങ്ങൾ അല്ലെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ 150 ടയർ നിന്നു, അല്ലെങ്കിൽ ഒരു 199 ടയർ നിന്നു. ആ ബാക്കിയുള്ള ഒരു ടയർ എത്ര സ്പീഡിലായിരിക്കും ഇറങ്ങുന്നത്? നമ്മൾ എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്? 80-ൽ. ആ സെയിം സ്പീഡിൽ ടയർ കറങ്ങിക്കൊണ്ടേയിരിക്കും ആ ഒരു വീല്. ആ ഒരു വീലിൻ്റെ ഫോഴ്സ് കൊണ്ട് ഈ വാഹനം മുമ്പോട്ട് നീങ്ങും. അപ്പം സ്പീഡിൽ പോകുന്ന വാഹനത്തിന് എത്ര ടയറാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്രയും ചക്രങ്ങൾ സ്റ്റോപ്പായാൽ മാത്രമേ 100% ബ്രേക്ക് കറക്റ്റായി കിട്ടുള്ളൂ. ഒരിക്കലും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരു എബോവ് 20 കിലോമീറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരിക്കലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കാനും പാടില്ല. ചോദിക്കാൻ വരികയായിരുന്നു, അന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പം എനിക്ക് മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയല്ലോ, ഇറക്കാൻ പോവല്ലേ, അപ്പൊ ഞാൻ ഇത് ഹാൻഡ് ബ്രേക്ക് പിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പം വണ്ടി നിൽക്കുമായിരുന്നു. സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ചിലപ്പോൾ നിൽക്കും, വളവാണെന്നുണ്ടെങ്കിൽ വണ്ടി തിരിയും. നമ്മൾ സൈക്കിളൊക്കെ സ്പീഡിൽ പോയിട്ട് ഏത് ബ്രേക്ക് പിടിക്കുമ്പോൾ തിരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ചവിട്ടുന്നില്ല സൈക്കിളൊക്കെ? നിങ്ങളെങ്ങനെ സ്പീഡിൽ പോയിട്ട് തിരിച്ചു നിർത്തുന്നത് എങ്ങനെയാണ് സൈക്കിളിനെ? ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴല്ല, ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്ക് വീല് പോകും. നമ്മൾ സ്പീഡിൽ പോയിട്ട് തിരിയുമ്പോഴാണ് നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിക്കുന്നതാണ് തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എബോവ് 60-ലൊക്കെ പോകണമെങ്കിൽ ഈ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാറിങ്ങനെ കറങ്ങും, ഡ്രിഫ്റ്റ് ചെയ്ത് വല്ല കുഴിയിലും പോയി വീഴും. അതേസമയം സ്ട്രെയിറ്റ് റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 40-ക്ക് അകത്തൊക്കെ ആണെങ്കിൽ ഒരു ഇങ്ങനെ പ്രസ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഡൗൺ ചെയ്ത് അങ്ങനെ നിർത്താം. പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ടയർ സ്റ്റക്കാവും, ഡ്രിഫ്റ്റ് ആവും. അല്പം സീറിൻ ടേൺ ആണെങ്കിൽ അത് ഡ്രിഫ്റ്റ് ചെയ്യണത് കൂടും, അതിൻ്റെ ആഘാതം കൂടും.
അപ്പോൾ മാമിന് റിലീസ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു? പുള്ളി ഗിയറിലിട്ടിട്ടാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നെങ്കിൽ ഈ പ്രോബ്ലം വരില്ലായിരുന്നു. പുള്ളി എന്താ ചെയ്തത്? ടീച്ചറിന് കയറാൻ വേണ്ടിയിട്ട് ഗിയർ ഇടാതെ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് മാത്രം ലിഫ്റ്റ് ചെയ്തിട്ടിട്ട് പോയി. ടീച്ചർ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഹാൻഡ് ബ്രേക്കിന് ലൂസ് ചെയ്തു. ഫസ്റ്റിൽ ഇട്ടിരുന്നെങ്കിൽ ടീച്ചറെ ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യുള്ളായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചെന്നില്ല. അപ്പോൾ മാമിന് ടീച്ചറിന് സംഭവിച്ചത് വണ്ടിക്കകത്ത് കയറിയിട്ട് ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്തപ്പോൾ വണ്ടി മൂവായി. അപ്പം ടീച്ചർ വിചാരിക്കാതെ തന്നെ വണ്ടി മൂവായപ്പോൾ ടീച്ചർ പാനിക്കായി. അപ്പോൾ നമുക്ക് ഈ അവസ്ഥ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ടീച്ചർ പോയിരുന്നുണ്ടെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങളൊരു ഇറക്കത്ത് ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പോൾ ഗിയറിൽ കിടന്ന വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നു, ടീച്ചർ അകത്ത് കയറി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹാൻഡ് ബ്രേക്ക് ലൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് രണ്ടാമത് ചെയ്യുന്നു. ബ്രേക്കും ക്ലച്ചും അമർത്തി ന്യൂട്രലിൽ ആക്കുന്നു, വണ്ടി മൂവ് ആവില്ല. അതിന്